അപ്പൊ അതിന് ഞാൻ നന്ദി ആരോട് ചൊല്ലേണ്ടു? ആ കൂട്ടിയതിനോടാണോ, ചോദ്യം ചോദിച്ചതിനോടാണോ, അതോ എനിക്ക് അറിയാവുന്നത് കൊണ്ടാണോ? ചേട്ടനൊന്നും ചെയ്യണ്ട, പൈസ കിട്ടിയില്ലേ? കിട്ടി, സന്തോഷം മതി. ഒന്നും ആയില്ല, ഒന്നും ആയില്ല. അപ്പോ കേറിവാടാ മക്കളയിൽ ഇതാ രണ്ടാമത്തെ ചോദ്യം. ഈ പൂട്ടിന്റെ മുകളിൽ ഇനി നീ പൂട്ടിട്ട് പൂട്ടിയാൽ നിന്നെ ഞാൻ പൂട്ടും, ഒടുക്കത്തെ പൂട്ടും. ഈ ഡയലോഗ് ആടുതോമ ആരോടാണ് പറയുന്നത്? എ കുറ്റിക്കാടനോട്, ബി പൂക്കോയയോട്, സി SI സോമശേഖരൻ പിള്ളയോട്. 20 സെക്കൻഡ്സ്. അത് ശ്രീരാമൻ അവതരിപ്പിച്ച ഒരു കഥാപാത്രമാണ്. എനിക്ക് തോന്നുന്നത് അതാണ് പൂക്കോയ. പൂക്കോയ. ബി പൂക്കോയാണ് തുളസി ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എടുത്തിട്ട് പൂട്ടി കഴിഞ്ഞു. അവിടെ കിടക്കട്ടെ. അവിടെ പൂട്ട് അഴിയോ? പൂട്ട് അഴിയോന്ന് നോക്കണം നമുക്ക്. ഞാൻ കിടക്കട്ടെ. പിന്നെ ഞാൻ എപ്പോഴും ഈ ശ്രീകുട്ടനെ ശ്രദ്ധിക്കുമ്പോഴേ നിങ്ങളെ ഈ ചിരിയാണ്. ശ്രീകുട്ടൻ്റെ ഒരു പ്രത്യേക ചിരിയുണ്ടല്ലോ, എല്ലാവരും എടുക്കുകയും അത് നല്ലൊരു സുഖമുള്ളൊരു ചിരിയാണ്. ആ ചിരി ഒന്ന് മാറ്റിക്കൂടായോ? ഒന്നൂടെ അടുത്ത ലെവലിലേക്ക് ഒന്ന് മാറ്റിക്കൂടായോ? ഇങ്ങനെ ഇരിക്കാലോ. അങ്ങനെയൊക്കെ ചിരിക്കാം. അല്ല, അത് സിനിമയ്ക്കകത്ത് അങ്ങനെ ആവാം. പക്ഷെ ജെനുവിനായിട്ട് പോകുമ്പോഴത്തേക്ക് മിമിക്രിക്കാർ എടുത്തെടുത്ത് അതങ്ങ് ഇതായി. അതാ പറഞ്ഞ ഒരു സ്റ്റൈലൊന്ന് മാറ്റിയാൽ എനിക്കൊരു സന്തോഷം, എൻ്റെ ഒരു സന്തോഷം. ഞാൻ പറയട്ടെ, എപ്പോഴും ജെനുവിനിറ്റിയാണ് എപ്പോഴും നിൽക്കുന്നത്. കാരണം യേശുദാസ് എന്ന് പറഞ്ഞ ഒരു വലിയ മഹത് വ്യക്തി ഇവിടെ എന്തുകൊണ്ടാണ് നിൽക്കുന്നത്? പലരും ദാസേട്ടൻ്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യുന്നവർ ഒരുപാട് പേര് വന്നു, ഇപ്പോഴും ഉണ്ട്. പക്ഷെ അവരൊക്കെ വെറുതെ ഒരു താൽക്കാലികമായിട്ട് വന്ന് നിന്നിട്ട് പോകുന്നതല്ലാതെ ഒരിക്കലും ശാശ്വതമായിട്ട് വരത്തില്ല. കാരണം ഒറിജിനൽ ഇരിക്കുമ്പം ആർക്കും ഡ്യൂപ്ലിക്കേറ്റ് ആവശ്യമില്ല. അപ്പം ബി പൂക്കോയ അല്ലേ? പൂക്കോയ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വീണ്ടും 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അത് ഉടനെ അക്കൗണ്ടിൽ എത്തിയിട്ടുമുണ്ട്. അതാണല്ലോ ഇതിന്റെ ഒരു പിന്നെ ഈ തുളസി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ പറഞ്ഞാൽ ഒരുപാട് സംഭവ കഥകളൊക്കെ ഉണ്ടെന്ന്. അയ്യോ, അത് രസകരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. പുറത്ത് പറയാൻ പറ്റില്ലാത്തതുകൊണ്ട്. അല്ല, പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മതി. പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് ഒരു പ്രൊഡ്യൂസർ, ഞാനാണോ പെണ്ണോ എന്നൊന്നും അറിയാതെ പ്രൊഡ്യൂസർ എൻ്റെ തുടക്ക സമയത്ത്, പടത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പ്രൊഡ്യൂസർ അപ്പോൾ അത് അറിഞ്ഞു പോകും. പടത്തിന് ഞാൻ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സ്വീകരിച്ച്, പ്രൊഡ്യൂസറല്ല പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് സ്വീകരിച്ചു. എനിക്ക് ആദ്യമായിട്ടൊരു അഡ്വാൻസ് തരുന്നത് തെരഞ്ഞെടുത്തു. പ്രൊഡ്യൂസർ പറഞ്ഞിരിക്കുക അവിടെ കൊണ്ട് ചേട്ടൻ്റെ അടുത്ത് തന്നെ, അല്ല പ്രൊഡ്യൂസറുടെ അടുത്ത് തന്നെ മുറി തരണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എനിക്ക് അവിടെ മുറിയൊക്കെ തന്നു. പിന്നെ നടന്ന സംഭവങ്ങളൊന്നും പറയണ്ട. അവസാനം ഞാൻ ആണാന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇറങ്ങി പോടാ പുല്ലേ, അതിനകത്ത് ഇറങ്ങി പോന്ന് പറഞ്ഞു. ഇയാൾ പെണ്ണാ ഉദ്ദേശിച്ച് വന്നേ. അങ്ങനെയൊക്കെ ഒരുപാട് തമാശകളുണ്ട്. അപ്പം അത് ചിലതൊക്കെ അതിനകത്തൊരു ഇച്ചിരി വെറ്റ് ഇതുണ്ട്. അത് കാരണം ഇതിപ്പം ഒരു പ്രൊഡ്യൂസർക്ക് പറ്റിയ അമളി, അങ്ങനെ ഒരു പുസ്തകം പലർക്കും പറ്റിയിട്ടുണ്ട്. ഈ പേര് വരുത്തിയ കോഴിക്കോട് നഗരസഭയിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരു കത്തെഴുതി. അതിനകത്ത് എല്ലാം പറഞ്ഞതിന് ശേഷം അവസാനം സസ്നേഹം തുളസി എന്നെഴുതി. പക്ഷെ ആ അങ്ങനെ ഭാര്യ ഡൈവേഴ്സിന്റെ പക്കത്ത് വരെ എത്തിയപ്പോഴും ഞാൻ ഇവിടെ നേരെ പോയി ചെന്ന് പറഞ്ഞു, ചേച്ചി ഞാൻ ആ തുളസി, അത് അദ്ദേഹത്തിന്റെ കാമുകിയാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ആ പേരിൽ വരുത്തിയ പിന്നകൾ ഒരുപാടുണ്ട്. ഇനി ആ പേരങ്ങ് മാറ്റിക്കൂടെ? അല്ല, ഇനിയിപ്പം വേണ്ട. ഇനിയിപ്പോ നമ്മൾ എത്ര കാലം അങ്ങനൊന്നുമില്ല. അല്ല, അതിന് വേറൊരു കാര്യമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മഹാരോഗത്തെ കഴിഞ്ഞ ആളാണ്. ക്യാൻസർ എന്ന മഹാരോഗത്തെ അതിജീവിച്ച ആളാണ്. ഇപ്പോഴാണ് 72 അങ്ങോട്ട് കഴിയാൻ പോവാ. ഇനിയിപ്പം കൂടിപ്പോയാൽ അങ്ങേയറ്റം പോയാൽ 10, 30, 35 കൊല്ലം കൂടെ ഞാൻ ഇരിക്കത്തുള്ളൂ. 100 തുളസി ചേട്ടൻ്റെ വയസ്സ് 100 ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. അത് കിടക്കട്ടെ. അല്ല, ഞാൻ അത് അഴിക്കുന്നില്ല. അത് അവിടെ കിടക്കട്ടെ, ഇവിടെ തന്നെ കിടക്കും. പക്ഷെ അത് തൂട്ട് തുറക്കാൻ അന്നെങ്കിലും ആരെങ്കിലും കാണുമോ? അന്നാരെങ്കിലും കാണുമോ? അത് എനിക്ക് പറയാൻ പറ്റില്ല. അടുത്തത് 3ാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ഒരു വീഡിയോ. പ്രായപൂർത്തിയായ പെൺകുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ച ആൾ എന്ത് വ്യാഖ്യാനിക്കുമെന്ന് അറിയില്ലേ? അമ്മയും പെങ്ങളെ തിരിച്ചറിയാത്ത തെണ്ടിക്ക് തന്തയുണ്ടെന്ന് മനസ്സിലായി. സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച SIയുടെ പെങ്ങളെ തരുമെന്ന് ചോദിച്ചവന് പെങ്ങളുണ്ടോന്ന് എനിക്കെന്ന് അറിയണം. ഒരു രക്ഷയില്ല കേട്ടോ. ലാലിന്റെ ചില വന്ന് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാല് അതൊരു സംഭവമാണ്. ഒരു സംഭവമല്ല, മഹാസംഭവം. അപ്പം ചോദ്യം, ഈ രംഗത്തിൽ
ആട് തോമ വന്നിറങ്ങുന്ന ലോറിയുടെ നമ്പർ എത്രയാണ്? എന്റെ ശ്രീകുട്ട, ആ വിഷ്വലിൽ കാണായിരുന്നു. അല്ല എന്താ അറിയോ, വിഷ്വലി മോഹൻലാൽ ഒന്നിറങ്ങുമ്പോൾ നമ്മൾ മോഹൻലാലിനെ ശ്രദ്ധിക്കാറുണ്ട്, മറ്റൊരു ആയവേ കാണാറുള്ളൂ. അല്ല എൻ്റെ കാറിൻ്റെ എൻ്റെ സ്കൂട്ടറിൻ്റെ നമ്പർ പോലും എനിക്ക് ഓർമ്മയില്ല. ഇങ്ങനെയൊക്കെ ഓർക്കാനുള്ള കഴിവുണ്ടായിരുന്നു ഞാൻ വല്ല IAS IPS എഴുതി എടുക്കുമായിരുന്നല്ലോ. ഒന്ന് കറക്കി കുത്തിക്കോ. കറക്കി കുത്താൻ പോവാ, അല്ലാതെ എനിക്ക് ആരും അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യത്തെ 57 33 ആണോന്നൊരു സംശയം. ആകാതിരിക്കാം. ആ ചിരി എന്നെ നെഞ്ചിത്താക്കും തറയ്ക്കുന്നത്. അത് പറ എടുത്തിട്ട് പോട്ടെ. 57 33. ആ പോട്ട്. ഓപ്ഷൻ എ KEK 57 33 ഞാൻ എടുത്തിട്ട് പൂട്ടി. ഭഗവാനെ. ഓക്കെ, ഇനി ചേട്ടൻ്റെ ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു കവിത. ഞാൻ പാട്ടിനേക്കാൾ പണ്ടൊരു പാട്ട് പാടി ഞാൻ ആ ദിവസം കൊണ്ട് വലിയ പ്രശ്നമായ ഒരു കവിത വലിയ ഓർമ്മയുണ്ട്. നാളെയൻ ശരീരത്തു നിന്നാത്മാവ് പോയിടുകിൽ 4-5 പേരെങ്കിലും എൻ ചുറ്റും കൂടിടേണം. അക്ഷരശുദ്ധി വേണ്ടെങ്കിലും ഒരു നാമ ജപമെനിക്കേകണം. നിത്യശാന്തിക്കൊരുപായമായി ഒത്തുചേരുവാൻ ബന്ധുക്കളില്ലെങ്കിലും ഒത്തവർ ചേർന്നൊരു കോടി വാങ്ങി എൻ നഗ്നത മറയ്ക്കേണം. 6 അടി മണ്ണിലെൻ്റെ ശവത്തെ ഇറക്കിയിടുമ്പോൾ ആരെങ്കിലും ഒരു തുള്ളി കണ്ണീരൊഴുക്കണം. കുറെ ഉണ്ടത്. ഞാനിത് നമ്മുടെ ഒരു വേറൊരു റിയാലിറ്റി ഷോയിൽ വർഷങ്ങൾക്ക് മുമ്പ് ചേട്ടൻ വന്നപ്പോൾ ഇത് മുഴുവൻ പാടിയായിരുന്നു. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു മരണത്തെ കുറിച്ചുള്ള മനസ്സിന് ഭയങ്കരമായിട്ടൊരു വിങ്ങല് വരുന്ന ചിത്രയൊക്കെ അവിടെ നിന്ന് കരഞ്ഞിട്ട് എന്നോട് ഇത് ഒരിക്കലും ഞാൻ ചേട്ടൻ ശ്രീകുട്ടനാ പറഞ്ഞു, ഒരിക്കലും ചേട്ടനിൽ തന്നെ ഇത് പ്രതീക്ഷിച്ചില്ല. അതെ, ഞങ്ങളുടെ മുമ്പിൽ വില്ലനായിട്ടിരിക്കുന്ന ചേട്ടൻ ഇങ്ങനെയൊക്കെ. അപ്പോ ഓപ്ഷൻ എ KEK 57 33 ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് again 2000 rupees. അതാണല്ലോ ഇതിന്റെ ഒരു അത്.